എന്താ വ്രതം? പയോവ്രതം. അതായത് 12 ദിവസം. ഇപ്പോൾ കുഞ്ഞുങ്ങളാവുന്നതിന് മുമ്പ് പാലാണ് അതിൻ്റെ പ്രധാനം. അത് പാലെന്താ ഉപയോഗിക്കാൻ കാരണം? കാൽഷ്യം കൂടുതലാണ്. രക്തത്തിലേക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ രക്തത്തിൽ നിന്നാണ് അണ്ടവും ബീജമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അണ്ടത്തിൻ്റെ പുഷ്ടി കൂടും. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, മനസ്സിലായില്ലേ? വിത്തുകളുള്ള പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിച്ചും അതൊക്കെ ഭഗവാനെ നിവേദിച്ചും സന്താനമന്ത്രം ജപിച്ചും നല്ല സത്സന്താനമുണ്ടാവണം എന്നൊരു സങ്കല്പം വയ്ക്കുമ്പോൾ, ഇപ്പം സങ്കല്പശക്തിയും അണ്ടപുഷ്ടിയും കാലത്തിൻ്റെ അനുഗ്രഹവും വരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്താനം സത്സന്താനമായി, സദ്ഗുണസമ്പന്ന സന്താനമായി മാറും. അതിനുള്ള വ്രതനിഷ്ഠയാണ് ഏത്? പറയൂ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾക്കിനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കൊക്കെ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്നൊരു, ഇന്നത്തെ കാലത്ത് കുട്ടികൾ വേണ്ട, അവർക്ക് സെറ്റിലാവണം, വേണ്ടേ? എന്നിട്ടൊക്കെ കുട്ടികളാവാൻ താല്പര്യമുള്ളൂ. അതിന് വേണ്ടാത്ത കുറേ മരുന്ന് കഴിക്കുക അവർ. ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറേ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട്ട് ആവണം എന്ന് വിചാരിച്ചാൽ ആവുകയില്ല. പിന്നെ ഈ പോയി കുത്തിവെച്ച് പശുക്കളെ കുത്തിവെക്കുന്ന പോലെയാണ് അപ്പം മക്കളുണ്ടാവുന്നത്. ഇല്ലേ? ഇൻഫെർട്ടിലിറ്റി സെൻ്ററുകളൊക്കെ കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ. ആണോ അല്ലയോ? ആണോ? പറയൂ. നമ്മുടെ കുട്ടികൾ ഉണ്ടാവാനിപ്പോൾ കഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. അത്രയും മാറിപ്പോയി. പണ്ടാണെങ്കിൽ എല്ലാ വർഷവും ഓരോരുത്തരെ ഇറങ്ങി വരുമായിരുന്നു. പഴയ കാലത്ത് അങ്ങനെ വാശിയായിരുന്നു. അമ്മിണി 8 പ്രസവിച്ചു, അമ്പടി ഗെയിം എന്നാൽ കാണിച്ചു തരാമെന്ന്. ഇപ്പുറത്തെ ദേവകി 9ാമത്തെ പ്രസവിക്കാൻ തയ്യാറാവും. അപ്പോഴേക്കും അപ്പുറത്തെ ശാരദ 11 പ്രസവിക്കാൻ തയ്യാറാവും. ഇത് കഴിഞ്ഞ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് നോക്കുമ്പം അമ്മയും പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും, മകളും പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും, മകളുടെ മകളും പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും. മൊത്തം വീട് ഒരു പ്രസവ വാർഡ് പോലെ ഇട്ടുണ്ടാവും. ഈ രീതിയൊക്കെയായിരുന്നു പഴയ കാലത്ത്. ആണോ? ദാരിദ്ര്യം പുറത്തുണ്ടായിരുന്നെങ്കിലും പ്രസവത്തിലൊരു ദാരിദ്ര്യം ഇല്ലാത്തൊരു കാലമായിരുന്നു പഴയ കാലം. ആണോ? അത്രയും കുട്ടികൾ നിറഞ്ഞു കിടക്കുന്നൊരു കാലമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ സമയം പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്നേഹവും സന്തോഷവും എല്ലാം കൊണ്ടും ധന്യമായിരുന്നു. അതല്ലേ പഴയ കാലമല്ലേ നല്ലത്? ആണോ അല്ലയോ? ഇപ്പം നിങ്ങൾക്കൊരു ചാൻസ് കൂടെ തരിക നമുക്കിവിടെ ജീവിക്കാൻ. എന്നിട്ട് ചോദിക്കുകയാണ്, പഴയ കാലത്തെ റോഡും ഇല്ല, ഇടവഴികളും ചാണകം മെഴുകിയ വീടുകളും കുളങ്ങളും കുറേ മക്കളും അങ്ങനെയൊക്കെയുള്ളൊരു വീട് വേണോ? അതോ ഇന്ന് വീടിൻ്റെ മുറ്റത്ത് വരെ കാറും അടുത്ത ഹോസ്പിറ്റലും ഏറ്റവും വലിയ സ്കൂളുകളും? ഞാൻ തിരഞ്ഞെടുക്കുക ചാണകം മെഴുകിയ വീടും പഴയ കുളങ്ങളും. കാരണം അന്നത്തെ ആ സ്നേഹബന്ധങ്ങളും അന്നത്തെ ആ സന്തോഷവും അന്നത്തെ ഭക്ഷണത്തിൻ്റെ രുചിയും സത്യത്തിൽ ഇന്നില്ല എന്നുള്ളതാണ് സത്യം. ആണോ അല്ലയോ? നിങ്ങളെത്ര പേര് പഴയത് തിരഞ്ഞെടുക്കും? എനിക്ക് ഏറ്റവും അന്നത്തെ കാലഘട്ടത്തിനോടാണ് താല്പര്യം. ഞാൻ എൻ്റെ ആത്മാർത്ഥമായി പറയുകയാണ്, മനസ്സിലായില്ലേ? ഞാനിത് നിങ്ങളോട് പറയുന്നത് കർണാടക ബാംഗ്ലൂരിൽ അവിടെ നിന്നൊരു 100 കിലോമീറ്റർ ദൂരെ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ, അവിടെ ജോലി ചെയ്യുന്ന ഒരു 4-5 പേര് അവർ വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഇവിടേക്ക് വന്നു, ബാംഗ്ലൂരിലേക്ക്. എന്നിട്ട് അവരൊക്കെ കൂടെ ചേർന്നൊരു 100 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. അത് തമിഴ്നാടിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും ബോർഡറിലാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന വീട് പഴയ വീട്, എല്ലാ റൂമുകളും ചാണകം തേച്ചാണ്. പഴയ ഉയരമില്ലാത്ത അടുപ്പില്ലേ, അതായത് നിലത്തുള്ള അടുപ്പ്, വിറക് കത്തിക്കുന്ന അടുപ്പ്, അമ്മിയിൽ അരയ്ക്കുന്ന ഭക്ഷണം, നെല്ല് കുത്തിയിട്ട് അരി ഉണ്ടാക്കി അവരവിടെ തന്നെ കൃഷി 100 ഏക്കറുണ്ട്. നെല്ല് കുത്തി അത് പഴയ രീതിയിലുള്ള കൃഷികൾ അങ്ങനെയൊക്കെ ചെയ്ത് നിലത്തിരുന്നിട്ട് ഉണ്ണണം. അത് എന്തൊരു രസമാണ്. എന്നാൽ ഇവരൊക്കെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. അവരൊക്കെ വേൾഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പറയാണ്, ഈ ഒരു ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും സ്നേഹവും മറ്റൊരു ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. അതിൽ കുറേ സായിപ്പന്മാരും ഉണ്ട് അതിൻ്റെ അകത്ത്. അവർക്കും അതിനോട് ഭയങ്കര ഇഷ്ടം. അവർ തന്നെ കരിയൊക്കെ തേച്ച് ചാണകമൊക്കെ തേച്ച്, അവർക്ക് പശുക്കളുണ്ട്, അവർ തന്നെ അത് മെഴുകി നല്ല വൃത്തിയാക്കി. അപ്പം നോക്കൂ നിങ്ങൾ, അപ്പം മനുഷ്യൻ പുതുമയിലേക്ക് പോകും തോറും പഴമയുടെ ആ രസം, ആ സന്തോഷം, അതിന് തന്നെയാണ് കൂടുതൽ സ്വാധീന ശക്തി. ആണോ അല്ലയോ? അല്ലെങ്കിൽ അവരതിലേക്ക് പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. ഞാൻ അവിടെ അവരുടെ കൂടെ ഇന്നും ഭക്ഷണമൊക്കെ കഴിച്ച്, മനസ്സിലായില്ലേ, അങ്ങനെ അനുഭവിച്ച ആളാണ് പറയുന്നത്. അപ്പം ഇന്നും അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ ഇന്നുമുണ്ട്, പഴയ ആ ഒരു ജീവിതം കൊണ്ട് നടക്കുന്ന ആൾക്കാർ.
അപ്പോൾ ഏതായാലും ഇവിടെ മഹാബലി ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന സമയത്താണ് ദേവി ഇങ്ങനെ പറഞ്ഞ്, അങ്ങനെ ദേവി വ്രതം അനുഷ്ഠിച്ചു. ദേവിക്ക് ഭർത്താവ് തൻ്റെ ബീജം പകർന്നു കൊടുത്തു. അതിലാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ പ്രകടമായത്. അപ്പോൾ ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ പൊതുവേ നമ്മളന്ന് ഓണം ആഘോഷിക്കുമ്പോൾ, തിരുവോണം ആഘോഷിക്കുമ്പോൾ പലരുടെയും ധാരണ അന്ന് മഹാബലിയെ വരവേൽക്കുന്ന ദിവസമാണെന്നാണ്. ശരിക്കും തിരുവോണ നാളിൻ്റെ മഹത്വം എന്താണ്? എന്താണ് തിരുവോണ നാളിൻ്റെ മഹത്വം? ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ കുട്ടികൾക്കത് അറിയില്ല. അവരെ സംബന്ധിച്ചന്ന് മഹാബലിയെ വരവേൽക്കുന്ന ദിവസം എന്നാണ്. ശരിക്കും അന്നത്തെ പ്രത്യേകത തിരുവോണ നാള് വാമന, ഉറക്കെ പറയൂ, വാമന ജയന്തിയാണ്, അവതാര ദിവസമാണ്. അപ്പം വാമനാവതാരം നടന്ന ദിവസമാണ് എന്ന് തിരുവോണനാൾ, ചിങ്ങമാസത്തിലെ തിരുവോണനാൾ. ഇപ്പം ചിങ്ങമാസത്തിൽ നമുക്ക് 2 അവതാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മാസത്തിൽ 2 അവതാരങ്ങളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് കൃഷ്ണാവതാരവും ഒന്ന് വാമനാവതാരവും, അല്ലേ? ഈ 2 അവതാരങ്ങളും ഏത് മാസത്തിലാണ്? ചിങ്ങമാസം. രാമാവതാരം ഏത് മാസത്തിലാണ്? കർക്കിടകത്തിലല്ല. ആര് പറഞ്ഞു കർക്കിടകത്തിലാണെന്ന്? കർക്കിടകത്തിലല്ല രാമൻ അവതരിച്ചത്. നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. ഏത് മാസത്തിലാണ്? മീനമാസത്തിലാണ്. ഇത് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ല. അവർ വിചാരം കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നതുകൊണ്ട് കർക്കിടകത്തിലാണ് രാമൻ അവതരിച്ചതെന്നാണ്. കർക്കിടകത്തിലല്ല രാമൻ അവതരിച്ചത്. കർക്കിടകത്തിൽ നമ്മുടെ കേരളത്തിൽ രാമായണം വായിക്കുന്നത് മാത്രം. മനസ്സിലായില്ലേ? നിൽക്കട്ടെ. ഏതായാലും ഇവിടെ ഭഗവാൻ വാമനൻ അവതരിച്ചു. അങ്ങനെ അവതരിച്ച് ഭഗവാൻ അപ്പോഴേക്കും വടുവിൻ്റെ രൂപമെടുത്തു. ഭഗവാന് വേണ്ടുന്ന ഉപചാരങ്ങളൊക്കെ ചെയ്തു. അതായത് അരഞ്ഞാണം കെട്ടി, കൗബീനം ധരിപ്പിച്ചു, ഉപനയനം കഴിപ്പിച്ചു. അപ്പോഴേക്കും ഭഗവാന് കമണ്ടൽ കൊടുത്തു, ഭിക്ഷ കൊടുക്കുന്നു പാർവതി. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഭഗവാൻ നേരെ പോകുന്നത് നർമ്മദാ നദീ തടത്തിലേക്കാണ്. അവിടെയാണ് മഹാബലി വിശ്വജിത്ത് യാഗം ചെയ്യുന്നത്. മഹാബലി ഭഗവാനെ കണ്ടതും സ്വാഗതം സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. ഭഗവാന്റെ കാലൊക്കെ കഴുകി. ഭഗവാനെ കണ്ട് മഹാബലി പറയാണ്, ഞങ്ങളുടെ കുലം പവിത്രമായി, ഞങ്ങളുടെ ജീവിതം ധന്യമായി. കാരണം അങ്ങേപ്പോലുള്ളൊരു ഋഷിപുത്രൻ വന്നില്ലേ ഞങ്ങൾ അനുഗ്രഹിക്കാനായിട്ട്, ആ പാദസ്പർശം കൊണ്ട് തന്നെ ധന്യരായി എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന്, എന്നിട്ട് ഭഗവാനോട് ചോദിച്ചു, എന്തെങ്കിലും ഈ യാഗഭൂമിയിൽ വന്നിട്ട് ദാനം സ്വീകരിക്കണമെന്ന്. എന്ത് അങ്ങ് ചോദിക്കുന്നു അത് ഞാൻ തരാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹാബലി ആദ്യം പുകഴ്ത്തി പ്രശംസിച്ചു മഹാബലിയെ. വിരോചനൻ്റെ പുത്രൻ, പ്രഹ്ലാദൻ്റെ പൗത്രൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഒരുപാട് പൊക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാബലി എനിക്ക് പ്രത്യേകിച്ചൊന്നും ആഗ്രഹമില്ല, ഒന്നും വേണ്ട. ഇത് കേട്ടപ്പോൾ മഹാബലി പറഞ്ഞു, അങ്ങനെ അരുത്, എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്ന് മേടിക്കണമെന്ന്. അപ്പം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എന്ത് മതി? 3 അടി മണ്ണ് മതി. തൻ്റെ കാല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 3 അടി മണ്ണ് മതി. ഇത് കണ്ടതും മഹാബലി പൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഉയരം വേണം അല്ലെങ്കിൽ വിവരം വേണം. ഈ കാലുകൊണ്ട് 3 അടി മണ്ണെടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? ഹേയ്, ഇങ്ങനെയുണ്ട് ഒരു വട്ട് കുട്ടി, 3 അടി കൊണ്ട് എന്ത് കിട്ടാനാണെന്ന്. അപ്പം മഹാബലിയോട് ഭഗവാൻ അങ്ങോട്ട് അടയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു, മഹാബലി, 3 അടി കൊണ്ട് തൃപ്തിപ്പെടുത്താത്തൊരു മനസ്സിന് 3 യുഗം കിട്ടിയാൽ തൃപ്തിപ്പെടുമെന്ന് മഹാബലിക്ക് ഉറപ്പുണ്ടോ? അത് മഹാബലിയുടെ നെഞ്ചത്ത് കിട്ടിയൊരു കുത്തുപോലെയാണ്. 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തൊരു മനസ്സിനെ 3 യുഗം കൊടുത്താൽ പോലും തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ മഹാബലിന്ന്? അപ്പം മഹാബലി പറയാണ്, ഉയരല്ലെങ്കിലും വിവരമുണ്ടെന്നാണ്. അപ്പം അപ്പുറത്തുനിന്ന് ശുക്രാചാര്യ പറയാ, വിവരം അറിയാൻ പോകുന്നുള്ളൂ എന്നാണ്. കാരണം ഈ വന്നിരിക്കുന്ന സാധനം മൊബൈൽ പോലെ ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ റേഞ്ച് നീ കാണാൻ പോകുന്നുള്ളൂ. ഇത് സാക്ഷാൽ മഹാവിഷ്ണു വേഷം വേട്ടി വന്നിരിക്കുകയാണ്. ഈ കാലും കാണിച്ച് നീ 3 അടി കൊടുത്താൽ നിൻ്റെ 3 യുഗവും നഷ്ടപ്പെടും. കാരണം ഇതൊരു തട്ടിപ്പിൽ വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മഹാബലി,
നീ കൊടുക്കാമെന്ന് പറയരുത്. നീ 3 അടി കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ നിൻ്റെ സർവ്വസമ്പത്തും ഐശ്വര്യം ഭൂമിയും നഷ്ടപ്പെടുന്നു. മഹാബലിയെ വിലക്കി ആര്? ശുക്രാചാര്യർ. എന്നിട്ട് നിങ്ങളൊക്കെ ഓരോ കഥ കേട്ടിട്ടുണ്ടാവും. കിണ്ടിക്കകത്ത് പോയി ശുക്രാചാര്യർ നിന്നു. കേട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇല്ലേ? എന്നിട്ട് കണ്ണു കുത്തി എന്നൊക്കെയുള്ള കഥകളൊക്കെ ആരോ പൊട്ടത്തരം ഇങ്ങനെ പറഞ്ഞൊക്കെ ഈ കഥകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഭാഗവതത്തിൽ അതൊന്നുമില്ല. ഇവിടെ മഹാബലിയെ എക്കണോമിക്സ് പഠിപ്പിക്കും ആര്? ശുക്രാചാര്യർ. എക്കണോമിക്സ് എന്താണ് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ നോക്കൂ. ആദ്യമായിട്ട് ലോകത്തിൽ എക്കണോമിക്സ് പഠിപ്പിച്ചത് ശുക്രാചാര്യരാണ്. പിന്നെ നമുക്ക് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്. നമ്മുടെ വിചാരത്തൊക്കെ പാശ്ചാത്യരുണ്ടാക്കിയതാണ്. സമ്പത്ത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ 17-ാം അധ്യായത്തിൽ 39-ാമത് ശ്ലോകം. ഭാഗവതത്തിൽ 8-ാം സ്കന്ധത്തിൽ മഹാബലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് അധ്യായം? 19-37. ഇതാണ് 8-ാം സ്കന്ധത്തിൽ 19-ാമത് അധ്യായത്തിൽ 37-ാം ശ്ലോകം. ധർമായ അർത്ഥായ യശസേ കാമായ സ്വജനായ ച പഞ്ചത വിഭജനം വിത്തം ഇഹാമുത്രശ്ച മോദതേ. കണ്ടു അങ്ങനെ ശ്ലോകം? കണ്ടു? പഞ്ചത വിഭജനം വിത്തം. നിങ്ങൾ നോക്കൂ എത്ര ഗംഭീരമാണ്. വിത്തം വിഭജനം. വിത്തം എന്ന് പറഞ്ഞാൽ വിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം. വിഭജനം, വിത്തത്തെ വിഭജിക്കണം. എത്രയായിട്ട്? പഞ്ചത. എന്തിനൊക്കെയാണ് വിഭജിക്കേണ്ടത്? ഇതിൻ്റെ ഓർഡറൊന്നും നമുക്ക് മാറ്റാം. ഒന്ന് കാമായ. ഒന്ന് പറയൂ എല്ലാവരും. അപ്പോൾ ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇവിടുത്തെ അർത്ഥം സന്ദർഭോചിതമായിട്ട് അർത്ഥം എടുക്കണം. സാധാരണ കാമം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് അതിൽ. ഇവിടെ കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം അവനവൻ്റെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ വിത്തം അവനവനുണ്ടാക്കണം, പ്രയത്നിക്കണം, അധ്വാനിക്കണം. തീർച്ചയായിട്ടും സമ്പത്തിൻ്റെ ഒരു അംശം അവനവൻ്റെ കാര്യത്തിന് ഉപയോഗിക്കണം, സംശയമില്ല. രണ്ടാമത്തത് സ്വജനായ. എന്തിനുപയോഗിക്കണം? സ്വജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, എന്ന് വെച്ചാൽ കുടുംബകാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. മൂന്നാമത്തത് അർത്ഥായ. എന്തിനു വേണ്ടി? അർത്ഥത്തിന് വേണ്ടി. അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി. അതായത് ഉള്ള സമ്പത്ത് മുഴുവൻ ധൂർത്തടിക്കരുത്, കുറച്ച് നാളത്തേക്ക് വേണ്ടി പറയൂ കരുതണം. അപ്പം അന്നത്തെ കാലത്തൊക്കെ നോക്കൂ നിങ്ങൾ, ബാങ്കിങ് ഇല്ലാത്തൊരു കാലമാണ്. എല്ലാം കൂടി ചെലവഴിച്ചാൽ നാളത്തേക്ക് കഷ്ടകാലം വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പം സമ്പാദ്യം വേണം. പിന്നെ പറയുന്നത് യശസ്സേ, സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കണം. അപ്പം എന്തിനാ സമൂഹത്തിനെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കൂട്ടായ പ്രയത്നം ഉണ്ടാവണം. കാരണം സമൂഹം ഒന്നിച്ചു നിന്നാലേ ഒരു നാടിന് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. എല്ലാവരും അവരവരുടെ സ്വാർത്ഥത്തിലേക്ക് തിരിഞ്ഞു പോയാൽ കുറേ കഴിഞ്ഞാൽ ഒരു സമൂഹം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ രാജ്യം ഒരു സംസ്കാരമായി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? സമ്പത്തിൻ്റെ ഒരു അംശം സമൂഹത്തിന് കൂടി വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അങ്ങനെയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ പണിതത്, കുളങ്ങൾ പണിതത്, പൊതുകിണറുകൾ പണിതത്. സമൂഹത്തിൻ്റെ നല്ല കാര്യത്തിൽ പണ്ട് ഗവൺമെൻറ്റൊന്നും ഇല്ലാത്ത കാലത്ത് നാട്ടുകാരൊക്കെ തന്നെയാണ് പൊതുകുളങ്ങളും പൊതുകാര്യങ്ങളും. കാരണം എല്ലാവർക്കും ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ സ്നേഹബന്ധങ്ങളും ഐക്യവും ഒത്തൊരുമയും അവർക്ക് പറയൂ ഉണ്ടാകും. പഴയ കാലഘട്ടത്തിൽ തന്നെ ഈ ഭാരതത്തിൽ അങ്ങനെയൊരു ഐക്യം ഉള്ളതുകൊണ്ടാണ് ജാതീയതയ്ക്കൊന്നും വലിയ പ്രാധാന്യം ഇവിടെ ഇല്ലാതെ പോയത്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, ഭാരതത്തിൽ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എത്രയോ പണ്ട് കാലത്ത് അവർ ബ്ലാക്സിനെ ഒരുപാട് അടിമകളാക്കി വെച്ച് പണിയെടുത്തു.
ചങ്ങലയ്ക്ക് കെട്ട് അവർ പണിയെടുപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കയുടെയൊക്കെ കാണുന്ന റോഡുകളും റെയിൽവേ സിസ്റ്റങ്ങളും അതുപോലെ UK പോയാലും ജർമ്മനിയിൽ പോയാലും ഒക്കെ കാണുന്ന ഡെവലപ്മെൻറ്റൊക്കെ പണ്ട് കാലത്ത് വെള്ളക്കാർ ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്? ഈ കറമ്പന്മാരെ കൊണ്ട് ചെയ്യിച്ച പാവം ഈ നിഗ്രോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇന്നും ഈ 2025 ഇപ്പോഴും ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള ആ അകലങ്ങളെ പൂർണ്ണമാക്കി മാറ്റാൻ അവർക്ക് പറയൂ സാധിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നിങ്ങൾ കണ്ടു, ഒരു വൈറ്റ് ഒരുത്തൻ ബ്ലാക്കിനെ കാലിൻ്റെ ഇടയിലൊക്കെ ഞെരുക്കി കൊല്ലുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അന്ന് ബ്ലാക്സ് മുഴുവൻ റോട്ടിലിറങ്ങി വലിയ കലാപങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി അമേരിക്കയിൽ. മനസ്സിലാവുണ്ടല്ലോ. ഇത്രയൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് അവർ കൊട്ടിഘോഷിക്കുമ്പോഴും ഇപ്പോഴും അവരുടെ ഇടയിലും ഈ സ്പർദ്ധകൾ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല ഈ കാലഘട്ടത്തിൽ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഭാരതത്തിൽ ഇവിടെ പല ജാതീയതയും പലതുമുണ്ട്. അടുത്ത കാലത്ത് കുംഭമേളയിൽ ശങ്കരാചാര്യ സ്വാമിമാരും ആചാര്യന്മാരും ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും എല്ലാവരും പോയി മുങ്ങുന്നത് ഒരേ വെള്ളത്തിലാണ്. മനസ്സിലായില്ലേ? ഇത് ഭാരതത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. കാരണം അടിസ്ഥാനമായി നാം എല്ലാവരും അവർക്ക് പറയൂ ഒന്നാണെന്ന ഒരു സത്യം എവിടെയോ നമ്മുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇടക്കാലത്ത് നമുക്ക് ജാതി തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നൊക്കെ പുറത്ത് കടന്ന് നമ്മളെല്ലാവരും ഒന്നാണ്. അടിസ്ഥാനം എല്ലാറ്റിനും ഒന്നാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റണം. ഹിന്ദുവിൻ്റെ അടിസ്ഥാനം ആത്മീയതയാണ്. ജാതീയതയും മറ്റും അതിൻ്റെ ഒരു സാമൂഹ്യ തലത്തിൽ പിന്നീടുണ്ടായതാണ്. എന്നാൽ അനുഷ്ഠാനം കൊണ്ട് ഏത് ജാതീയതയും മറികടക്കാൻ നമുക്ക് അവർക്ക് പറയൂ സാധിക്കും. അത് ഓർത്തോളണം നിങ്ങൾ. അപ്പോൾ ആത്മീയത, സാമൂഹികത, അനുഷ്ഠാനം, ഏതൊക്കെ വാക്കുകളാണ്? ആത്മീയതയാണ് അടിത്തറ. എല്ലാവരും ഒന്ന്. ഈശാവാസ്യമിതം സർവം, സർവം ഈശാവാസ്യം. എല്ലാവരിലും വസിക്കുന്നത് കൂടെ വരുന്നില്ലേ നിങ്ങൾ? എല്ലാവരിലും വസിക്കുന്നത് ഒരേ ഈശ്വരൻ. വ്യത്യസ്ത പൂക്കളെ കോർത്തിരിക്കുന്ന മാല, അതിലുള്ള നൂല് വ്യത്യസ്ത നൂലുകളാണോ? പറയൂ. അതാണ് കൃഷ്ണനൊക്കെ പഠിപ്പിക്കുന്നത്. സൂത്രേ മണിഗണ ഇവ. എന്താ പറയുന്നത്? സൂത്രേ മണിഗണ ഇവ. സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രപ്പണിയല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ നൂല്, ചരട്. മണികൾ, വ്യത്യസ്ത മണികൾ കോർത്തിരിക്കുന്ന, മുത്തുകൾ കോർത്തിരിക്കുന്ന ഒരു മാല പോലെയാണ് നമ്മുടെ സംസ്കാരം. അപ്പം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്താണ്? ഒരേ ആത്മാവാണ് നാം എല്ലാവരും. ഇതാണ് ആത്മീയത. സാമൂഹികതയിലാണ് എല്ലാ തരത്തിലുള്ള ഓരോ വേഷങ്ങളുള്ളത്. ഇപ്പം ഞങ്ങൾ ആചാര്യന്മാരാണ്, അപ്പം മുകളിലിരുന്നേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അവരെന്താ മുകളിലിരിക്കുന്നത്? താഴെ ഇരുന്നൂടെ? അതൊരു സാമൂഹ്യമായ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം അമ്പലത്തിൽ തിരുമേനി പാവം, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് മാത്രം ശ്രീകോവിലിൽ കയറിയാൽ നമുക്കും കൂടി കയറിയാൽ എന്താ? അതൊരു സാമൂഹികമായ, എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും കൂടി ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഒരു സാമൂഹികമായ ചില ഡിസിപ്ലിൻ നമുക്ക് വേണം. വേണോ വേണ്ടയോ? വേണം. ഇപ്പം നമ്മുടെ വീട്ടിൽ അതിഥി വന്നാൽ എല്ലാവരെയും പിടിച്ച് നിങ്ങൾ അകത്തേക്ക് കയറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ വേണ്ടവരെ നമ്മൾ കയറ്റും, വേണ്ടാത്തവരെ അവിടെ നിർത്തും. മനസ്സിലായില്ലേ? അതിൽ തൊട്ടുകൂടായ്മയല്ല, അതൊരു സാമൂഹികമായ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ജീവിത ശൈലി അത്രയേ ഉള്ളൂ. ആണോ? പറയൂ നിങ്ങൾ. അതിനെ അത്രേ പ്രാധാന്യം കൊടുക്കാവൂ. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അനുഷ്ഠാനം കൊണ്ട് ഏതൊരു വ്യക്തിക്കും മഹാനായിത്തീരാൻ സാധിക്കും. അനുഷ്ഠാനമുണ്ടപ്പോഴാണ് ആദരണീയരാവുന്നത്. അതിന് ജാതീയതയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അതാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. അനുഷ്ഠാനമുള്ള ഒരാൾ ചണ്ടാളനാണെങ്കിൽ പോലും ഞാൻ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നതാണ്. ചണ്ടാളോസ്തു ദ്വിജോസ്തു ഏഷാ ഗുരുർമമ എന്നാണ്. ആ ചണ്ടാളനാണെങ്കിൽ പോലും അനുഷ്ഠാനമുണ്ടെങ്കിൽ ഞാൻ അവരെ എന്തു ചെയ്യും? കൂടെ വന്നില്ല. എന്തു ചെയ്യും?
പാദത്തിൽ വീണ് നമസ്കരിക്കും. ശബരീദേവിയെ നമസ്കരിക്കുന്ന ഒരു രാമനുണ്ടോ രാമായണത്തിൽ? ഉറക്കെ പറയൂ, ഉണ്ടോ? അപ്പം കാട്ടിൽ വസിക്കുന്ന ആദിവാസിയാണെന്ന് നോക്കിയോ? പെണ്ണാണെന്ന് നോക്കിയോ? ഒരു വാത്മീകിയെ നമസ്കരിക്കുന്ന രാമൻ ഉണ്ടോ? ഉണ്ടോ? വാത്മീകി മഹർഷിയുടെ ജാതിയും മറ്റും നോക്കിയോ രാമൻ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇനി വ്യാസഭഗവാൻ ആരിലുണ്ടായ പുത്രനാണ്? ഒരു മുക്കുവ സ്ത്രീയിലുണ്ടായതാണ്. ആർക്കുണ്ടായതാണ്? പരാശര മഹർഷിക്കുണ്ടായതാണ്. ആർക്ക്? പരാശര മഹർഷിക്കുണ്ടായത് അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ജാതിയൊന്നും നോക്കിയില്ല, അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനത്തെ നോക്കി, അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ നോക്കി. അപ്പോൾ എല്ലാവരും ആദരണീയരാണ്, ജാതിക്ക് പ്രസക്തിയില്ല. എപ്പോഴാണ് ആദരണീയരാവുന്നത്? ഉറക്കെ പറയൂ. അനുഷ്ഠാനം കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ആദരണീയരാണ്. അപ്പം അതുകൊണ്ട് ആദരണീയരാവാൻ എന്ത് വേണം? അനുഷ്ഠാനം കൊണ്ട് നടക്കണം. കുനുഷ്ഠാനം കൊണ്ട് നടന്നാലോ? മനസ്സിലായില്ല. അനുഷ്ഠാനത്തിന് പകരം കുനുഷ്ഠാനം കൊണ്ട് നടന്നാലോ? ആദരിക്കുകയാണോ ചെയ്യുക? തൂക്കി പുറത്തിടുകയാണോ ചെയ്യുക? പറയൂ. അപ്പം നമുക്ക് അനുഷ്ഠാനമാണ് വേണ്ടത്. ഏതല്ല വേണ്ടത്? കുരുട്ട് ബുദ്ധിയല്ല വേണ്ടത്, അനുഷ്ഠാനം വേണം. അപ്പം ആദരണീയരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്ക് അവനവൻ്റെ കാര്യത്തിന് പണം ഉപയോഗിക്കണം, നാളത്തേക്ക് വേണം, കുടുംബത്തിന് വേണം, സമൂഹത്തിന് വേണം. ഇനി അഞ്ചാമത്തതാണ് ധർമ്മത്തിന്. അതായത് നമ്മുടെ ആത്മീയ സംസ്കൃതി നിലനിർത്താൻ സമ്പത്തിൻ്റെ ഒരംശം നിലനിർത്തണം. കാരണം ഈ ഒരു അറിവാണ് നമ്മുടെ ജനതയെ എന്നും ഒന്നിച്ചു നിർത്തുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തും. കാരണം ആ തരത്തിലാണ് നമ്മുടെ ആത്മീയതയുടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലൊന്നും ക്ഷേത്രങ്ങൾ അനുവദനീയായിരുന്നില്ല. അവിടെ ഇസ്ലാം മതം ഒരിക്കലും ഹിന്ദു മതത്തെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അബുദാബിയിൽ വലിയ ക്ഷേത്രമാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്, അത് പണിതിരിക്കുന്നത് ഗുജറാത്തിലെ സ്വാമിനാരായൺ പ്രസ്ഥാനമാണ്. അവരോടിപ്പോൾ സൗദി അറേബ്യയിലെ രാജാവ് പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയിലും അമ്പലം കെട്ടിക്കൊള്ളാൻ. അപ്പോൾ എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളെ അറേബ്യൻ മണ്ണിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയിലാണെന്ന് പറയുകയാണ്, ഇന്ത്യയിലല്ല. ഇന്ത്യയിലുള്ള ക്ഷേത്രത്തിനേക്കാളും വലിയ ക്ഷേത്രം ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ് പണിതിരിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കൃതി ലോകത്തിൽ മുന്നോട്ട് പോകും തോറും അതിനോടുള്ള ബഹുമാനവും ആദരവും അംഗീകാരവും കൂടി വരികയാണ്. മനസ്സിലാവുണ്ടോ? അതാണ് കാരണം. അതെല്ലാവരെയും ഒന്നിപ്പിക്കുന്നതാണ്, എല്ലാവരെയും മാനസികമായി ഉയർത്തുന്നതാണ്, എല്ലാവരെയും അവസാനം ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഭാരതീയ സംസ്കാരം എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു, മനസ്സിനെ ഉയർത്തുന്നു, നാം എല്ലാവരും ഒന്നാണെന്ന സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരേ പൂർണ്ണതയിൽ നിന്നും വന്നവരാണ്. പൂർണ്ണമത, അവർക്ക് പറയൂ, പൂർണ്ണമിതം. ഇപ്രകാരമൊക്കെ പറഞ്ഞ് ആ ശുക്രാചാര്യ മഹാബലിയോട് പറഞ്ഞു. മഹാബലി ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നു. അവസാനം മഹാബലി ഭഗവാനെ വിളിച്ചിട്ട്, വാമനമൂർത്തിയെ വിളിച്ചിട്ട് ഭാര്യയൊക്കെ വിളിച്ചു. ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. ഇത്തിരി തീർത്ഥവും പൂവൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അങ്ങ് ചോദിച്ച 3 അടി തരാം. തഥാസ്തു, തന്നിരിക്കുന്നു. ഇത് കേട്ടതും ഭഗവാൻ തൻ്റെ രൂപമൊക്കെ മാറ്റി വിശ്വരൂപമാക്കി. പിന്നെ അതാ 2 അടി കൊണ്ട് തന്നെ മഹാബലിയുടെ സർവ്വസമ്പൽ സമൃദ്ധിയും അളന്നെടുത്തു. ഒരു സാധനം ബാക്കിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു മഹാബലിക്ക്. ആ സമയത്ത് എല്ലാവരും ഭഗവാനോട് ആക്രമിക്കാൻ വന്നു. ഭഗവാനെ ആക്രമിക്കാൻ വന്ന തൻ്റെ ആളുകളെയൊക്കെ മഹാബലി തടഞ്ഞു നിർത്തി. അരുതരുതരുതരുതരുതരുതരുതരുതേ എന്നൊക്കെ പറഞ്ഞു. വേണ്ട, ഇപ്പം കാലം നമുക്ക് അനുകൂലമല്ല.
എന്നൊക്കെ പറഞ്ഞ് നെയ്മി എല്ലാവരും പോ, ഭഗവാനോട് ആരും യുദ്ധത്തിന് വരണ്ട. അപ്പോഴേക്കും ഭഗവാൻ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു. മഹാബലിയോട് ഭഗവാൻ ചോദിച്ചു, മഹാബലി 3-ാമത്തെ അടി തരണം. 2 അടി തന്നിട്ടുള്ളൂ. മഹാബലി എന്ത് ചെയ്തു? 3-ാമത്തെ അടി വയ്ക്കാൻ എന്ത് ചെയ്തു? ശിരസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എവിടെ വെച്ചോളാൻ? 3-ാമത്തെ അടി തലയിൽ വെച്ചോളാൻ. തലയിൽ വെച്ച് പിന്നെന്ത് ചെയ്തു ഭഗവാൻ? നിങ്ങളിൽ നിന്ന് കേട്ടിട്ടേ ഞാൻ പറയുള്ളൂ. എന്ത് ചെയ്തു ഭഗവാൻ? മഹാബലിയെ ഒക്കെ പറയൂ, ചവിട്ടി താഴ്ത്തിയോ? ഇല്ല. അങ്ങനെ ഹിന്ദുക്കൾ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. അത് മാറ്റണം. ഭഗവാൻ ഒരിക്കലും മഹാബലിയെ കുഴൽക്കടൻ്റെ മുകളിലല്ല കൊണ്ടു നിർത്തിയത്. എന്നിട്ട് ചവിട്ടി ഒരൊറ്റ താഴ്ച പോക്ക്. അങ്ങനെ ചവിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഭഗവാൻ കാല് വെച്ച് മഹാബലിയെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എങ്ങോട്ടാണ് പറഞ്ഞയച്ചത്? പാതാളത്തിലേക്കല്ല. എങ്ങോട്ടാണ്? സുതലത്തിലേക്കാണ്. എങ്ങോട്ടാണ്? സുതലത്തിലേക്കാണ്. അപ്പം ഇവിടെ പറയുന്നത് 22-ാം അധ്യായത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ. സുതലം 22-ാം അധ്യായത്തിൽ 33-ാം ശ്ലോകം. ഇത് അണ്ടർലൈൻ ചെയ്യണം. കാരണം ഇന്നും ഇത് തെറ്റായി മനസ്സിലാക്കിയ ഹിന്ദുക്കളുണ്ട്. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ 2025 തന്നെ ജനുവരിയിൽ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു പുസ്തകോത്സവം തിരുവനന്തപുരത്ത് ആഘോഷിക്കുമ്പോൾ ഒരു വിവരദോഷിയായ എഴുത്തുകാരൻ പറയണം, നോക്കണം ഇവരൊക്കെ എങ്ങനെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കണം, ചവിട്ടിക്കൂട്ടി എറിയണം അവനൊക്കെ. ഒരു പൊട്ടനായ പണ്ഡിതൻ പറയാണ്, വിവരദോഷി കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്, അവൻ പറയാണ്, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലിയെ ഇപ്പോഴതാ പറഞ്ഞുകൊണ്ടിരിക്കണേ കഴുതകൾ. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയവനാണ് അത്രയും മഹാബലി. എന്നിട്ടിപ്പോൾ അവരതിനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ പൊട്ടനൊക്കെ ഭാഗവതം വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ട്. വിവരദോഷികൾ വലിയ സങ്കടമായി. ഞാൻ എന്നിട്ട് മാതൃഭൂമിക്ക് എഴുതുകയും ചെയ്തു, ഇങ്ങനെയുള്ള പൊട്ടന്മാരെ എന്ന് നിങ്ങൾ പണ്ഡിതെന്ന് വിളിക്കരുതെന്ന്. ഭാഗവതത്തെ അവഹേളിക്കുന്നവനെ നിങ്ങൾ പണ്ഡിതെന്നല്ല വിളിക്കേണ്ടത്, അവൻ പൊട്ടനാണ്. നിങ്ങൾ നോക്കൂ, എഴുതി വെച്ചിരിക്കുന്ന വ്യാസഭഗവാൻ വരികൾ 33-ാമത്തെ ശ്ലോകം എടുത്ത് നോക്ക്. നിങ്ങൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ. ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, അങ്ങേക്ക് ഭദ്രമുണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. എന്നിട്ട് അടുത്ത വരി എന്താ എഴുതിയത്? സുതലം സ്വർഗ്യഭിപ്രാർത്യം ജ്ഞാതിബി പരിവാരിത. ഇതൊരു ചതിയാണ്. പണ്ട് സ്കൂളുകളിലൊക്കെ മഹാബലി കഥ എഴുതിയിരുന്നു, പാഠ്യവിഷയത്തിൻ്റെ ഭാഗമായിരുന്നു. പഴയ ആളുകളൊക്കെ അത് പഠിച്ച് കാണും സ്കൂളിൽ. എത്ര പേര് പഠിച്ചിട്ടുണ്ടത് സ്കൂളിൽ? പഴയ ആളുകളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. ഇപ്പോഴൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ കഥകളൊന്നുമില്ല. അപ്പം അന്നത്തെ കാലത്ത് ഈ സിലബസുകളൊക്കെ തയ്യാറാക്കുന്നതിൽ, പുസ്തകം തയ്യാറാക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പം അവർ നല്ലവണ്ണം സംസ്കൃതം പഠിച്ചവരായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫാദർ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുമ്പോൾ സെമിനാരിയിൽ ഹിന്ദുയിസം ഞങ്ങൾക്ക് പഠിക്കണമെന്ന്. അപ്പോൾ ഇവരിൽ പലരും സംസ്കൃതം പഠിക്കുന്നുണ്ട്. ജന്തുവിന് മാത്രമേ ഇത് അറിയത്തുള്ളൂ, ബാക്കി അവർക്കൊക്കെ ഇതൊക്കെ അറിയാം. ഏത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഹിന്ദു എന്ന ജന്തുവിന് മാത്രമേ ഇതൊന്നും അറിയാത്തതുള്ളൂ, അവർക്കിതെല്ലാം അറിയാം. നമ്മളെക്കാളും സംസ്കൃതം പഠിക്കുവർ. അപ്പോൾ അവരിതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ കഥകളൊക്കെ അപകടമാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വരി എന്താ അറിയോ? സുതലം സ്വർഗ്യഭി പ്രാർത്ഥ്യം. അതൊരു അപകടം പിടിച്ച വാക്കാണ്. സ്വർഗ്യഭി പ്രാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനേക്കാൾ ഉത്കൃഷ്ടമായത് എന്നാണ് സംസ്കൃതത്തിൽ. ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് എന്നാണ് സ്വർഗ്യഭി പ്രാർത്ഥ്യം. അപ്പം സ്വർഗത്തിനും മേലെ, സിനിമയിലെ ഡയലോഗില്ലേ, അതുക്കും മേലേന്ന് എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിനും ഉപരി, സ്വർഗത്തിനേക്കാൾ ഉത്കൃഷ്ടമായ സുതലത്തിലേക്ക് പോയാലും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവം ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും പുസ്തകത്തിൽ അവർക്ക് ലാസ്റ്റ് എത്താവുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്വർഗമാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് സ്വർഗത്തിനപ്പുറത്തൊരു സ്റ്റേഷൻ ഉണ്ടെന്നാണ്. അതാണ് സുതലെന്ന്. അപ്പോൾ ഇതെങ്ങാനും ഓണത്തിന് പ്രചരിക്കപ്പെട്ടാൽ ഈ പാവങ്ങളുടെ കഴുത്ത് കയറി പിടിക്കും നാട്ടുകാർ.
നിങ്ങളെന്ത് പൊട്ടത്തരാ പറയുന്നത്? സ്വർഗസ്ഥനായ രാജാവേ, സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗരാജ്യം വരയണമേ. ഈ ഹിന്ദുക്കളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു സ്വർഗത്തിനും അപ്പുറത്താണ് ഏത് സുതലെന്ന്. പിന്നെ ഇത് സ്വർഗമാണ്. ഹേയ്, നിങ്ങളെന്ത് പൊട്ടത്തരാ പറയുന്നത്? സ്വർഗത്തിനും അപ്പുറത്ത് സുതലമുണ്ടല്ലോ എന്ന്. ഇതിനവരുത്തരം പറയേണ്ടി വരും പാവങ്ങൾ. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാൻ മഹാബലിയെ പിടിച്ച് ഒരു കുഴൽക്കിണറിൻ്റെ മുകളിലിരുത്തി വാമനനെ കൊണ്ട് ഒറ്റ ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സുതലത്തിലേക്ക് പോവില്ല. മഹാബലി എവിടെ പോയി കിടന്നോളും? പാതാളത്തിൽ പോയി കിടന്നോളും. എന്ന് മാത്രമല്ല, ഹിന്ദു ജന്തു ആയതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞ് നടക്കുകയും ചെയ്തോളും. പക്ഷെ അവർക്കറിയില്ലല്ലോ എന്തെങ്കിലും ഒരു കാലത്തൊരു സ്വാമി ഉദിച്ചത് തന്നെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാര്യന്മാരൊക്കെ വന്നൊരു ദിവസം ഈ സത്യം വിളിച്ചു പറയുന്നുള്ളത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ആചാര്യന്മാരിത് പറയാനുണ്ടാവും ഒരു കാലത്ത്. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയിപ്പിക്കുന്ന പോലെ കുറേ കാലങ്ങളായിട്ട് അവർ പറയിപ്പിച്ചു സുതലമല്ല, പാതാളത്തിലാണ് മഹാബലി. അതുകൊണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞു, ഓണത്തിൻ്റെ അന്ന് മഹാബലി പാതാളത്തിൽ നിന്ന് വരുന്നു, പാതാളത്തിൽ നിന്ന് വരുന്നു. പറഞ്ഞിട്ടില്ലേ നിങ്ങളാരും? പറഞ്ഞിട്ടില്ലേ നിങ്ങളാരും? പറയൂ. പക്ഷേ നമുക്കൊരിക്കലെങ്കിലും കണ്ണു തുറന്ന് ഈ വ്യാസവരികൾ എഴുതി കാണുമ്പോൾ പാവം എത്രമാത്രം നമ്മൾ നിന്ദിച്ചു ആ വ്യാസരെ, എത്രമാത്രം വാമനമൂർത്തിയെ നമ്മൾ കളിയാക്കുന്നു, നിന്ദിക്കുന്നു, എത്രമാത്രം മഹത്തായ സംസ്കൃതിയെ നമ്മൾ പരിഹസിച്ചു. ഇല്ലാത്തത് പറഞ്ഞ് നടന്നവരാണ് നമ്മൾ. ആണോ അല്ലയോ? ഇത് വായിക്കുമ്പോഴല്ലേ മനസ്സിലായത് വാമനമൂർത്തി ചവിട്ടി താഴ്ത്തല്ല ചെയ്തത്. സർവാദരവോടെ ബഹുമാനത്തോടെ ആ മഹാബലിയെ സുതലത്തിലേക്ക് ഉയർത്തി. അതും എന്തൊരു ഭവ്യതയിലാണ് പറയണത്. ഇന്ദ്രസേന മഹാരാജ ഭദ്രമസ്തുതേ. എന്തൊരു വിനയവും എന്തൊരു ഭവ്യതയും എന്തൊരാദരവുമാണ് കാണിക്കണം. ആണോ? ഇന്ദ്രസേന എന്ന് പറയുമ്പോൾ ആദരവല്ലേ? മഹാരാജൻ ആദരവാണോ? പറയൂ. നിങ്ങൾ ഈ ഭാഷകളൊക്കെ നോക്കൂ. ആദരവിൻ്റെ ഭാഷയാണോ? ആണോ? എന്നിട്ട് പറയുന്നത് ഭദ്രമസ്തുതേ, അങ്ങേക്ക് എല്ലാ അഭിവൃദ്ധിയും വരട്ടെ. സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് അങ്ങ് പോയാലും എന്ന് പറയുന്ന വാമനമൂർത്തിയെ, അതല്ലേ ശ്രേഷ്ഠം? അങ്ങനെയുള്ള വാമനാവതാരമാണ് തിരുവോണ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. അതായത് തൻ്റെ പരമഭക്തനായ ഒരാളെ ഭഗവാൻ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തില്ല. ഭഗവാൻ സർവശ്രേഷ്ഠമായ സ്ഥാനത്തിലേക്ക് അവരെ അനുഗ്രഹിച്ചുയർത്തുന്ന കഥയാണ് മഹാബലി ചരിതം. അപ്പം ഇനിയെങ്കിലും നമ്മൾ ഓണത്തിൻ്റെ സന്ദേശം കുട്ടികളോടൊക്കെ പറയണം. അതായത് ഭഗവാനിൽ മനസ്സർപ്പിച്ച ഒരു ഭക്തനെ ഭഗവാൻ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ഭക്തൻ്റെ മനസ്സിനെ ഭഗവാൻ സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് ഉയർത്തും. അതായത് ഭഗവാനെ പിടിക്കുന്ന ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. തൻ്റെ ഭക്തനെ ഭഗവാൻ ഉയർത്തും. ഈ സന്ദേശം പറഞ്ഞു തരുന്ന ആഘോഷമാണ് ഓണാഘോഷം. അപ്പം അങ്ങനെ ഈ ഒരു കഥയും പറഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു ഭാഗം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. പിന്നീട് നമുക്ക് നേരെ കൃഷ്ണാവതാരത്തിലേക്ക് പോകേണ്ടതുണ്ട്, സമയം വൈകുന്നുമുണ്ട്. അപ്പോൾ ഒരു ഭാഗം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അതായത് നമ്മൾ മത്സ്യാവതാര കഥ. പൊതുവേ നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്ര? അതായത് ഈ മനസ്സ് പൂർണ്ണതയിലേക്ക് എത്തണം. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിണാമത്തിൻ്റെ ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് 10 അവതാരങ്ങൾ. ഏതൊക്കെയാണ് 10 അവതാരങ്ങൾ? മത്സ്യം, കൂർമ്മം, വരാഹം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. വാമനൻ കഴിഞ്ഞാൽ പിന്നെ ആരെ? ശ്രീരാമനോ? പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. കൽക്കിയല്ല 10ാമത്തത്. വാസ്തവത്തിൽ 10ാമത്തത് ബുദ്ധനാണ്. 11 കൽക്കി. ഈ 10ാമത്തത് ബുദ്ധനാണ് എന്നത് ഈവൻ അഷ്ടപതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഭാഗവതത്തിൽ ഇങ്ങനെ 10ാമത്തെ അവതാരം എന്നില്ല, ആ കൺസെപ്റ്റ് ഇല്ല. ഭാഗവതത്തിൽ അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസന കുല്യ സരസ്യു സഹസ്രജ എന്നാണ് ഭാഗവതത്തിൽ. അവതാരങ്ങൾ അസംഖ്യമാണെന്നാണ്. 10 അവതാര ദശാവതാര സങ്കല്പം ഭാഗവതത്തിലില്ല.
ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം, ദശാവതാര കഥകളല്ല ഭാഗവതത്തിൻ്റേത്. ദശാവതാര സങ്കല്പം ഏതിലില്ല? ഭാഗവതത്തിലൊക്കെ എഴുതിയിരിക്കണമൊക്കെ ഡിസോർഡർലിയാണ്. ആദ്യം വരുന്നത് വരാഹാണ്, പിന്നെ അത് കഴിഞ്ഞ് കപിലൻ വരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ പൃഥു ചക്രവർത്തിയുടെ രൂപത്തിൽ, അത് കഴിഞ്ഞാൽ ഋഷഭരൂപത്തിൽ വരുന്നു, അത് കഴിഞ്ഞാൽ ഭദ്രകാളി വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നരസിംഹാവതാരത്തെ കാണുന്നത്. നരസിംഹമൊക്കെ കഴിഞ്ഞിട്ടാണ് കൂർമാവതാരം വരുന്നത്. അത് കഴിഞ്ഞിട്ട് വാമനാവതാരം വരുന്നത്. വാമനം കഴിഞ്ഞിട്ടാണ് മത്സ്യാവതാരം. ഒക്കെ ഒരു ഡിസോർഡറിലാണ് എഴുതിയത്. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും ദശാവതാരം പറയലല്ല. നമ്മളതിനെ കാണേണ്ടത് ജീവൻ്റെ യാത്രയായിട്ടാണ്. ഏത്? ജീവൻ്റെ നിൽക്കട്ടെ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അഷ്ടപതി കേട്ടിട്ടില്ലേ നിങ്ങൾ? അഷ്ടപതി, അതിൽ 10ാമത്തെ അവതാരം ആരാണ്? ദശമ അവതാരം ആരാണ്? ബുദ്ധസ്വരൂപ ജയ ജഗദീശ ഹരേ എന്നാണ്. ആരാണ്? 10ാമത്തെ അവതാരം കൽക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ അവതാരം ആരായിട്ടാണ്? അഷ്ടപതി എഴുതിയതാരാ? ജയദേവ കവികൾ. ജയദേവ കവി 10ാമത്തെ അവതാരമായി പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ ബുദ്ധൻ അവതാരമാണ്. ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ അവിടെ 26-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾക്ക് കാണാം, ബുദ്ധരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നവരെയാണ്. അപ്പോൾ നിൽക്കട്ടെ, അപ്പം മത്സ്യം, കൂർമ്മം, വരാഹം ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവൻ്റെ യാത്രയാണത്. ഇപ്പം ജീവൻ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ മത്സ്യരൂപത്തിൽ വരുന്നു എന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് കൂർമ്മമായി, പുറത്തു വന്നാൽ വരാഹമായി, സ്വഭാവം കൊണ്ട് നരസിംഹമായി, വിദ്യ നേടുമ്പോൾ വാമനനായി, കർമ്മം ചെയ്യുമ്പോൾ പരശുരാമനായി, കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ശ്രീരാമനായി, കൃഷി ചെയ്യുമ്പോൾ ബലരാമനായി, അവസാനം അല്ലെങ്കിൽ തൻ്റെ വികാരങ്ങളെ ഭക്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഗീതത്തിലും നൃത്തത്തിലും നാമജപത്തിലും കൊണ്ടുവരുമ്പോൾ കൃഷ്ണനായി, അവസാനം ധ്യാനത്തിലൂടെ ബുദ്ധനായി പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു യാത്രയാണ് ഈ ജീവിതം. മനസ്സ് ഏതൊരു പൂർണ്ണബോധത്തിൽ നിന്ന് വന്നോ ആ പൂർണ്ണബോധത്തിലേക്ക് മനസ്സിനെ എത്തിക്കുമ്പോഴാണ് ജീവിതയാത്ര പൂർണ്ണമാവുന്നത്. ഇതൊരു പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്ര? അതാണ് ഋഷി എഴുതി വെച്ച പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത. ഇപ്രകാരം ഈ മത്സ്യാവതാരം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര പൂർണ്ണമാവുന്നത് പ്രളയത്തിലാണ്. അപ്പോൾ ഇവിടെ പ്രളയത്തെക്കുറിച്ച് പറയണ ബ്രഹ്മപ്രളയം എന്ന് പറയും. എല്ലാം ബ്രഹ്മത്തിലേക്ക്, ഈ മനസ്സ് പൂർണ്ണമായി ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്ന, അതായത് ഒരു പുഴ ഒഴുകി കടലിലെത്തുന്നത് പോലെ നാമത്തിൽ മുഴുകി 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 അവസാനം പരമാത്മതത്വത്തിൽ ശുദ്ധബോധത്തിൽ എത്തിച്ചേരുന്ന ഒരു മനസ്സിൻ്റെ പ്രയാണം വളരെ മനോഹരമായി ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് 9-ാമത്തെ സ്കന്ധത്തിൽ അംബരീഷ ചരിതം 1-2 അധ്യായങ്ങൾ വായിച്ചു നേരെ നമ്മൾ കൃഷ്ണാവതാരത്തിലേക്ക് കിടക്കും. പിന്നീട് സൗകര്യം പോലെ നമുക്ക് 9-ാം സ്കന്ധത്തിലെ കഥകളൊക്കെ നമുക്ക് 1-2 കഥകളൊക്കെ പടപടപെടാൻ നമുക്ക് നേരെ കൃഷ്ണാവതാരം, നമുക്ക് വേഗം കൃഷ്ണാവതാരം കാണേണ്ടതുണ്ട്. 1-2 അധ്യായങ്ങൾ വായിച്ച് വേഗം കൃഷ്ണാവതാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.